ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ചെറുപഴം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന നല്ല കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കാം. ഈ പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 5 ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ചെറുപഴം എന്ന് പറയുമ്പോൾ പാളയംകോടനോ അല്ലാന്നുണ്ടെങ്കിൽ പൂവൻ പഴമോ ഞാലിപ്പൂവനോ അങ്ങനെ ഏത് പഴത്തിൽ വേണമെങ്കിലും ഇതേപോലെ ചെയ്തിട്ടെടുക്കാവുന്നതാണ്. നന്നായിട്ട് ഉടച്ചെടുക്കണ്ട, ഇതുപോലെ കുറച്ച് കട്ടകട്ടയായിട്ട് ഉടഞ്ഞു കിട്ടിയാൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു 5 പഴവും ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു 2 ഏലക്കയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു മധുരത്തിന്റെ പലഹാരം ആയതുകൊണ്ട് തന്നെ 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചേക്കാം. അടുത്തതായിട്ട് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം 2 ബ്രെഡ് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. 4 ബ്രെഡാണ് ഇതിന് വേണ്ടത്. ഞാനിവിടെ ആദ്യം 2 ബ്രെഡ് പൊട്ടിച്ചിട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് 2 എണ്ണവും കൂടെ എടുത്തിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് നന്നായിട്ട് ചെറുതാക്കി പൊട്ടിച്ചിട്ട് കൊടുക്കണമെന്നില്ല, ഇത് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഞാനിപ്പോൾ 4 ബ്രെഡും ഇതിൽ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി പൊടിച്ചെടുത്ത മിക്സിനെ ഈ ഒരു പഴത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ബ്രെഡ് പൊടി മുഴുവനായിട്ടും ഇട്ട് കൊടുക്കണം. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ഈ ഒരു പലഹാരം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം. പുറമേ കുറച്ച് ക്രിസ്പി ആയിട്ടും അകം നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കിട്ടാനായിട്ട്. അപ്പോൾ അതിനാണ് നമ്മൾ ഇതിലേക്ക് ബ്രെഡ് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം ഇനി നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ അളവിലാണ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബ്രെഡ് പൊടി ഇട്ട് കൊടുക്കാതെ അരിപ്പൊടി മാത്രവും അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയിലൊക്കെ ചെയ്തിട്ടെടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്തിട്ടെടുക്കുമ്പോൾ അതിനൊരു വേറെ ടേസ്റ്റാണ്. അതുമാത്രമല്ല ആ ഒരു പലഹാരത്തിന് അത്ര സോഫ്റ്റും ഉണ്ടാവില്ല. ഇപ്പം ഞാനിത് അരിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. കുറച്ച് കുഴഞ്ഞിട്ടാണ് ഇപ്പോൾ നമുക്ക് ഈ മാവ് ഇരിക്കുന്നത്. ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നല്ല ഉറച്ച നല്ല ഉള്ളൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള പുറമെ ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാവും. ഞാനിപ്പോൾ ഈ രീതിയിൽ ഷേപ്പാക്കി എടുത്തതിന് ശേഷം അത് മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ബ്രെഡ് പൊടിയിലിട്ടിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബ്രെഡൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല കുഴഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഷേപ്പൊക്കെ പോവും. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്നും കൂടി ഇത് ഷേപ്പാക്കി എടുക്കണം. ഞാനിപ്പോൾ ഇതിൽ ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. ഇതുപോലെ കുറച്ച് മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ച് ഈ മാവൊന്ന് റെഡിയാക്കി എടുത്തിട്ട് ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് നമുക്ക് മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് പൊടിയിലേക്കും കൂടെ ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇതേപോലെ നമുക്ക് എല്ലാം ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒരിക്കലും ഫ്രൈ ചെയ്തെടുക്കരുത്, അപ്പോൾ ഇതിൻ്റെ ഷേപ്പൊക്കെ വിട്ടുപോകും. അതുപോലെ തന്നെ ഇതിന് ഒരുപാട് ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല. ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വെന്ത് കിട്ടാനാണെങ്കിലും ഒരുപാട് ടൈമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി മറ്റേ സൈഡ് കൂടി ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഇതിൻ്റെ 2 ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നോരോന്നായി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ ഇത് കാണാനും തന്നെ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകം എങ്ങനെയായിരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ ചെറുപഴം കൊണ്ട് നല്ലൊരു കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.